ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ട് വർക്കാണ്. കട്ട് വർക്കിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഇത് ഞാൻ കട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ മെഷീനാണ്. നമ്മുടെ സാധാരണ തയ്യൽ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് പല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത്. പല്ലും അതുപോലെ തന്നെ ഈ പ്രസ് ചെയ്യുന്ന അതില്ലേ, അത് രണ്ടും എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ കട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ്. ഇതൊരു സാരിയാണ്, ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ കട്ട് വർക്ക് പഠിച്ചാലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുമെല്ലാം നമ്മുടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട് വർക്ക് പഠിക്കാൻ ആദ്യമേ നമ്മൾ മെഷീൻ നേരെ ചവിട്ടാനായിട്ട് പഠിക്കണം. നേരെ ചവിട്ടാനെന്ന് പറഞ്ഞാൽ ഈ വീല് നമുക്കിങ്ങനെ ഇങ്ങോട്ട് കറങ്ങണം, പുറമോട്ട് കറങ്ങാതെ നേരെ ചവിട്ടാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം നേരെ ചവിട്ടി ആദ്യമേ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ മെഷീൻ സൂചി ബാലൻസ് ആവണം. നമുക്ക് മെഷീൻ നമ്മുടെ ബാലൻസ് ആവണം. ഇങ്ങനെ കൺട്രോളറായിരിക്കണം നമുക്ക്, എന്നാലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറേ ആദ്യമൊന്നും നമുക്കത് കിട്ടില്ലായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്ത് നമുക്ക് ആ ഒരു ബാലൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. കുറച്ച് ശ്രമിക്കണമെന്നേ ഉള്ളൂ. ശ്രദ്ധയോടുകൂടി നമ്മളങ്ങനെ ചെയ്താൽ നമുക്ക് ആ ബാലൻസിങ് കിട്ടും. ആ ബാലൻസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചവിട്ടി പഠിക്കണം. നേരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. നേരെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾക്കൊരു ടോയിൻ വെച്ച് തയ്ച്ച് നോക്കാം. ആദ്യം നമ്മൾ ടോയിൻ ഇങ്ങനെ വിട്ട് മനസ്സിലാകാനായിട്ട് ഞാനിപ്പോൾ ഒരു പെൻസിൽ വെച്ചൊരു വര വരച്ചിട്ട് ആ നേർരേഖയിൽ നമുക്കൊരു നേരെ തയ്ച്ച് നോക്കാം. നമുക്ക് ഈ നേർരേഖയിലൊന്ന് തയ്ച്ച് നോക്കാം. നേരെ ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ വരയിലൂടെ നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. ആദ്യമേ നമ്മൾ ടോയിനാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ പേൾ കോട്ടൺ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പേൾ കോട്ടൺ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ആദ്യമേ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഈ നൂല് വെച്ച് തന്നെയാണ് ആ വരയിലൂടെ നമ്മൾ ഇതാദ്യമേ ഒന്ന് അവിടെ ഉറപ്പിക്കണം. തയ്ച്ച് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ആ വരയിലൂടെ തന്നെ ഇത്തിരി അകത്തി ഒന്ന് ഓടിച്ചു കൊടുക്കാം. കണ്ടോ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത് ആ ഒരു നേരെ തന്നെ നമ്മൾ ആ ടോയിൻ തിരിച്ചു പിടിച്ചു. അതിൻ്റെ മുകളിലൂടെ തന്നെ ടോയിൻ പിടിച്ചിട്ട് നമ്മൾ അടുപ്പിച്ച് കണ്ടില്ലേ? കണ്ടോ? അതിനെ കവർ ചെയ്യുന്ന ആ ടോയിനെ കവർ ചെയ്ത് നമ്മൾ തയ്ച്ച് പോവുകയാണ്. അപ്പം നമ്മുടെ മൂവ്മെൻറ്റും അതുപോലെ ആയിരിക്കണം. അപ്പുറത്തൊരു തയ്യൽ, ഇപ്പുറത്തൊരു തയ്യൽ, അടുത്ത ഇപ്പുറത്ത്, ഇപ്പുറത്ത് അങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് നമ്മൾ തയ്ച്ച് പോകണം. കണ്ടില്ലേ? ഇങ്ങനെ അടുപ്പിച്ച് അതിനെ ഫില്ല് ചെയ്ത് പോകണം. കണ്ടോ? അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് പോകണം.
അപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പുറം ഇവിടെ ഒരു കുത്താണെങ്കിൽ അടുത്ത കുത്ത് അപ്പുറത്തായിരിക്കണം. അപ്പം അങ്ങനെ പോകണം. നമ്മുടെ ഈ മൂവ്മെൻറ്റും അതുപോലെ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ചലിപ്പിച്ച് കൊടുക്കണം. അതിനനുസരിച്ച് ഇങ്ങനെ പതുക്കെ ചലിപ്പിച്ച് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം. ടോയിനല്ല, ഈ ഒരു ഇത് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ടോയിനില്ലാതെ ഇപ്പുറത്തെ വശത്ത് ഒരു വര വരച്ച് കൊടുത്ത് ടോയിനില്ലാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടോയിൻ വെച്ചാണ് ചെയ്യേണ്ടത്, പക്ഷേ ടോയിനില്ലാതെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇപ്പോൾ ടോയിനില്ലാതെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതിതാ അപ്പുറവും ഇപ്പുറവും അപ്പുറവും ഇപ്പുറവും അപ്പുറവും അപ്പുറവും ഇപ്പുറവും അപ്പുറവും ഇപ്പുറവും അപ്പുറവും ഇപ്പുറം അങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ തയ്ച്ച് പിന്നെ അടുപ്പിച്ച് തയ്ച്ച് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒരുവിധം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബോക്സ് പോലെ തയ്ച്ചിട്ട് ആദ്യത്തെ ഒരു ലെയറായിട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം. അതിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. നിർത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത എപ്പിസോഡ് വരേക്കും ബൈ, സീ യു.